അതുകൊണ്ട് ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത 500 റോഹിംഗ്യൻ അഭയാർത്ഥികൾ ബോട്ട് മറിഞ്ഞ് മുങ്ങി മരിച്ചു എന്നതാണ്. നമുക്കതൊരിങ്ങനെ എവിടെയെങ്കിലും സൈഡിലൊരു വാർത്തയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ 1-2 ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു വിവരം. 500 ആളുകൾ ഒരു ദിവസം ബോട്ട് മറിഞ്ഞ് മരിച്ചതല്ല, ദിവസങ്ങൾ ഗതി കിട്ടാതെ, അഭയം കിട്ടാതെ, പട്ടിണി കടന്ന്, കടലിൽ ഉഴറി നടന്ന് ആ ബോട്ട് മരിച്ചിട്ടാണ് 500 ആൾ മരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ്ലെസ് ആയ സമുദായമാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. 1982 മ്യാൻമാർ അവിടെ പൗരത്വ നിയമം പാസ്സാക്കി. അപ്പൊ പൗരത്വം എന്ത് ചെയ്തു? റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പുറത്തായി. ഇന്ന് 10 ലക്ഷം ആളുകൾ ബംഗ്ലാദേശിൽ മാത്രം അഭയാർത്ഥികളാണ്. ഇന്ത്യയിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ അഭയാർത്ഥികളുണ്ട്, പല പ്രദേശങ്ങളിൽ അഭയാർത്ഥികളുണ്ട്. ഇപ്പൊ ലോകത്ത് പൗരത്വ നിയമം വന്നതോടുകൂടി പൗരത്വമില്ലാത്ത ഏറ്റവും വലിയ സമൂഹമാണ് ലോകത്ത് തന്നെ ആര്? റോഹിംഗ്യക്കാർ എന്ന് പറയും. ആ ജനത കടലിലൂടെ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് 5-6 ദിവസം കഴിയേണ്ട അവസ്ഥ ഉണ്ടായി. ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ട് സന്നദ്ധ സംഘടനകൾ വെള്ളം ബോട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കും. ഈ ബോട്ടിൽ ആ വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങൾ കഴിയേണ്ടി വന്നു. ആധുനിക മനുഷ്യൻ ജീവിക്കുന്ന ലോകത്താണ് പട്ടിണി കടന്ന്, രാജ്യങ്ങളില്ലാതെ, സ്ഥലവും പ്രദേശവും ഇല്ലാതെ 500 ആള് മുങ്ങി മരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല ഒരു ബോട്ടപകടത്തിൽ മരിച്ചതല്ല. നമ്മളൊരു ഉല്ലാസയാത്ര പോകുമ്പോൾ ഒരു ബോട്ട് മറിഞ്ഞിട്ട് മരിക്കണ മരണമല്ല ഇത്. ലോകത്ത് നീതിബോധത്തെ ചോദ്യം ചെയ്യുന്ന മരണമാണ് ഈ 500 മനുഷ്യരുടെ മരണം എന്ന് പറയും. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. വിശുദ്ധ ഖുർആൻ ചോദിക്കാണ്, നീതി നിഷേധിക്കപ്പെട്ട് ഈ മനുഷ്യർ 500 ആള് കടലിൽ ബോട്ട് മറിഞ്ഞ് മരിച്ചപ്പോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? വമാ ലക്കും ലാ തുഖാതിലൂൻ, എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ചോദിക്കുകയാണ്. നമ്മളപ്പോഴും താടിയുടെ നീളവും പാന്റിന്റെ നീളവും ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി നിൽക്കണം. അത് ഇസ്ലാം അല്ല എന്നല്ല ഞാൻ പറയണത്. ഇവിടെ നീതിബോധമുള്ള ഒരു ജനതയെ ലോകത്ത് സമ്മാനിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് നീതി എന്ന് പറയുമ്പോൾ രണ്ടാമത് അതിന്റെ കൂടെ ചേർക്കുന്ന പേരായി ലോകം വിളിച്ച പേരാരുടേതാണ്? പ്രവാചക ശിഷ്യനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി ഇന്ത്യക്ക് ഉമറുൽ ഫാറൂഖിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളെ ഭരിക്കുമെന്നാണ്. നിങ്ങൾക്ക് സാമൂഹ്യ കാര്യങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ അധികാരം നിങ്ങളെ നിയന്ത്രിക്കുമെന്നതാണ്. നിയന്ത്രിക്കുന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ് ഭേദഗതി നിയമം എന്ന് പറയും. വഖഫ് ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ വഖഫ് സ്വത്ത് കയ്യേറിയാൽ അത് ഒഴിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഇതിനില്ല. ഇപ്പൊ വഖഫ് ബോർഡ് ഇപ്പൊ മരവിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തെന്താണ്? മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അതിൽ വേണം എന്നാണ്. വഖഫ് പ്രോപ്പർട്ടി അടിസ്ഥാനപരമായി ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. വഖഫ് പരിപാലിക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ വഖഫ് പരിപാലിക്കേണ്ടത് ആരാണ്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമൽ ആഖിർ വഅഖാമ അസ്സലാ വആത അസ്സകാ വലം യഖ്ശ ഇല്ലല്ലാഹ്. 5 നിബന്ധനയുള്ള ആളുകളാണ് വഖഫ് പരിപാലിക്കണം. ഒന്നാമത്തത് വിശ്വാസിയാവണം എന്നാണ്. ഈ നാട്ടിൽ എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം ആചരിക്കാനും പ്രചരിപ്പിക്കാനും അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വഖഫിന്റെ കാര്യത്തിൽ എത്തുമ്പോൾ മാത്രം അതില്ല എന്ന് പറയുന്നത് നീതി നിഷേധമാണ്. ഇത് നിഷേധമാണ്. ഇതുവരെ നിങ്ങള് മറമാടിയിരുന്ന സ്ഥലം ഒരാൾ കയ്യേറിയിട്ട് പറയാണ് അത് ഖബർസ്ഥാനല്ല, വഖഫല്ല എന്ന് പറഞ്ഞാൽ നാളെ മുതൽ അവിടെ ഖബർ ചെയ്യേണ്ടെന്നാണ്, മറമാടണ്ടെന്നാണ് നിയമം. കാരണം നിങ്ങൾ മതപരം എന്ന് പറയുന്ന കാര്യത്തിലും ആരിടപെട്ടു? നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലെങ്കിൽ രാഷ്ട്രീയം ഇടപെട്ടു. അപ്പൊ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളെ ഭരിക്കും എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. നിങ്ങൾ നിസ്കരിക്കണോ നിസ്കരിക്കണ്ട തീരുമാനിക്കുന്നത് പള്ളി കമ്മിറ്റി അല്ല. ആരാണ്? ഇവിടുത്തെ നിയമവും ഭരണകൂടങ്ങളുമാണ്. അതുകൊണ്ടാണ് ബുൾഡോസർ രാജ് ഇവിടെ നടക്കുന്നത്.
ബുൾഡോസർ രാജുകൾ നടക്കുന്നു, പള്ളികൾ പൊളിക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളി തകർക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയ അക്രമം വേറെ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ സാധിച്ചിട്ടുണ്ട്. പള്ളിയെ പൊളിക്കുകയും പൊളിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരാളും ചരിത്രത്തിൽ എവിടെയും ഉയർന്നു വന്നിട്ടില്ല. ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോ കമാൽ മൗല മസ്ജിദ്, ഫരീദാബാദിലെ ഫരീദാബാദ് മസ്ജിദ്, ഹിൽദ്വാനി മസ്ജിദ് തകർത്തപ്പോഴാണ് വെടിവെപ്പുണ്ടായി അവിടെ ചില ആളുകൾ കൊല്ലപ്പെട്ടത്. ഗ്യാൻവാബി മസ്ജിദ്, ഗരീബ് നവാസ് മസ്ജിദ് യു പിയിലെ, മെഹ്റോളി മസ്ജിദ് ഡൽഹിയിലെ 600-800 വർഷം പഴക്കമുള്ള പള്ളികളാണ്. ഇതൊക്കെ തകർക്കപ്പെട്ട പള്ളികളും തകർക്കാൻ വേണ്ടി അതുപോലെ കേസുകളും പെറ്റീഷനൊക്കെ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പള്ളിയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. 40-50 പള്ളികൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ചെറുതും വലുതുമായി ഭാഗികമായോ പൂർണ്ണമായോ തകർത്തു. മദ്രസകൾ. നീതി നിഷേധിക്കപ്പെടുന്ന ലോകത്ത് നിങ്ങൾ മൗനമായി നിൽക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? നീതിക്ക് വേണ്ടി പോരാടുന്നില്ല.